മലപ്പുറം ജില്ലയിലെ കുഴിപ്പുറം എന്ന സ്ഥലത്തുള്ള നൗഷാദ് കെയുടെ വീടാണ് നമ്മൾ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഒതുക്കമുള്ള 2 നില വീട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ള രീതിയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് ഹൗസ് വാമിങ്ങിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ടോസ്കാന മാർബിൾസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം 850-900 സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ അത്ര തന്നെ വരുന്ന രീതിയിലുള്ള അപ്സ്റ്റെയറും വരുന്ന ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുൻഭാഗത്തു നിന്നുള്ള സിറ്റ് ഔട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പിൻ്റെ ടോപ്പ് ഭാഗങ്ങളിലെല്ലാം ഗ്രാനൈറ്റ്സും അതുപോലെ തന്നെ സൈഡ് റൈസർ ഭാഗങ്ങളെല്ലാം നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട മാർബിൾസുമാണ്. ഫ്ലോറിങ്ങിന് മൊത്തമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ആസ്പൂർ ടൈപ്പിലുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ട് ബെഞ്ചിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റാർ ബ്ലാക്ക് എന്ന ടൈപ്പിൽപ്പെട്ട ബ്ലാക്ക് ഗ്രാനൈറ്റുകളാണ്. ബ്ലാക്കിനകത്ത് വൈറ്റ് ഡോട്ട് വരുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു ബ്ലാക്കിനകത്ത് വൈറ്റ് ഡോട്ട്സ് വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. വളരെ ഹാർഡും വളരെ ഡ്യൂറബിലിറ്റിയും ഉള്ള ഒരു മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലുള്ള മാർബിൾസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ബ്രൗൺ ഷെയ്ഡിലുള്ള മാർബിൾസാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട മാർബിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനുള്ളത് കുഴിപ്പുറത്താണ്. കുഴിപ്പുറത്ത് കറക്റ്റ് ലൊക്കേഷൻ എന്തായിരുന്നു? മീൻകുഴി. കുഴിപ്പുറത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അല്ലേ? 1 കിലോമീറ്റർ ഏറ്റവും അടുത്ത് തന്നെ കേട്ടോ. കുഴിപ്പുറം ടൗണിൽ നിന്ന് ചെറിയൊരു കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് അല്ലേ, മീൻകുഴി എന്ന സ്ഥലത്ത് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വളരെ ഭംഗിയുള്ള ഒരു ഡബിൾ സ്റ്റോറി ഹോം, വളരെ ഭംഗിയുള്ള വളരെ ഒതുക്കത്തിലുള്ളൊരു വീട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഹോം ടൂറും അതുപോലെ തന്നെ മാർബിൾ വർക്ക് ടൂറും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ സൽമാൻ ഫാരിസ് അല്ലേ, നിങ്ങളുടെ പേര്? സൽമാൻ ഫാരിസ് ഉണ്ട്. ആക്ച്വലി ഇവരെ വീട് ജ്യേഷ്ഠൻ്റെ വീടാണ് അല്ലേ, ജ്യേഷ്ഠൻ്റെ വീടാണ്. ജ്യേഷ്ഠൻ്റെ പേരെന്തായിരുന്നു? നൗഷാദ്. ഇനീഷ്യല് കൊടലിക്കാടൻ. ഓക്കെ. നൗഷാദൊക്കെയാണ്. നൗഷാദൊക്കെ നമ്മൾ ഒരുപാട് കാലമായിട്ട് വാട്സാപ്പിലൂടെയും അതുപോലെ യൂട്യൂബിലൊക്കെ കമന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. വീട് വെച്ച ഒരുപാട് സമയം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂപ്പര് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അവർ സെലക്ട് ചെയ്തത് അല്ലേ. അന്ന് സെലക്ട് ചെയ്ത് വെച്ച് അവിടെ വീടിനകത്ത് വിരിച്ചിട്ടുള്ളത് ആസ്പൂർ കാറ്റഗറിപ്പെട്ട ഒരു മാർബിളാണ്. ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ആസ്പൂർ കാറ്റഗറിപ്പെട്ട ഒരു മാർബിളാണ്. അപ്പോൾ അതിൻ്റെ വർക്കും ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണത്. കാരണം ഒരുപാട് കാലം നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അവരുടെ വീട് വർക്ക് ഫിനിഷ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിരുന്നത് സൂപ്പർവൈസർ ഉമ്മർഖാന്റെ കീഴിലായിരുന്നു വർക്ക് വന്നിരുന്നത്. അപ്പോൾ വർക്ക് ഇപ്പോൾ ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോൾ 2-3 ദിവസം കൊണ്ട് കൂട്ടിയിരിക്കാനായിട്ടല്ലേ. മറ്റന്നാൾ കൂട്ടിയിരിക്കും. മുപ്പര് നാട്ടിലെത്തിയിട്ടില്ല. മുപ്പരെ കൂടെ കൂട്ടിയിട്ടൊരു വീഡിയോ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ മുപ്പര് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം, ഇവര് ഈ വർക്ക് തുടങ്ങിയ മുതൽ നിങ്ങൾ ഇവിടെ അല്ലേ, നിങ്ങളെ കൂടെ ഇല്ല, അവരെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടോ? ഷാറുണ്ട്. എങ്ങനെ പ്രൊഡക്റ്റോ? നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നല്ലേ? വന്നിരുന്നു. ഓക്കെ. നിങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ. വർക്കിന്റെ കാര്യത്തിൽ എങ്ങനെ? ഫിനിഷ് ആയിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ട് അല്ലേ? സമയം എങ്ങനെ? നമ്മൾ പറഞ്ഞ സമയത്തിൽ തീർത്തിട്ടുണ്ടോ? തീർത്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ തീർന്നു, പ്രതീക്ഷ നേരത്തെ തന്നെ തീർന്നുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾ മാർബിൾ എടുത്തിരുന്നറിയോ? 850-900-900-നുള്ളിൽ. ഓക്കെ. എത്ര നമ്മൾ ഫ്ലോർ മൊത്തം വീട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്? ഇല്ലല്ലേ. അത്യാവശ്യം ഇതേ വലുപ്പത്തിൽ തന്നെ മേലെയുണ്ട് അല്ലേ? ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് 1500 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഉണ്ടാവും അല്ലേ? താഴ്മേലും കൂടെ ഉണ്ടാവും.
അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ മാർബിൾ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഇതാണ് വരുന്നത്, അല്ല താഴ്ഭാഗത്ത് മാർബിളാണ്, അപ്സ്റ്റെയറിലാണ് ടൈൽസ് 4x2 ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത് വർക്ക് ചെയ്തിരുന്നത് ഇവരെ ഫാമിലി പെട്ട ആളിനെ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ, പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്, ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇവരെ ഫാമിലി പെട്ട ആൾ തന്നെയല്ലേ, ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. മോളാണല്ലേ, എന്താ പേരെന്താ? ഷാഖാന്റെ മോളല്ലേ, മൂസിന. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ശരിയാണ്. സീറ്റ് ഔട്ടിൽ നിന്നും നേരെ തുറക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നേരിട്ട് നമുക്ക് അപ്സ്റ്റെയറിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് 2 ബെഡ്റൂംസ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിനകത്താണ് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു കിച്ചണും കാര്യങ്ങളെല്ലാം വരുന്നത്. വളരെ ഒതുക്കത്തിലുള്ളൊരു റൂമാണ്. നമുക്കിത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള മാർബിളിൻ്റെ ഫ്ലോറിങ് ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഡയമണ്ട് ഡിസൈൻസ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതും അതിൻ്റെ കൂട്ടത്തിൽ ചുമരിൽ നിന്നുള്ള വൈറ്റ് കളറും കൂടെ വരുമ്പോൾ വളരെ ഭംഗി, മൊത്തം നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം ലാൻഡിങ്ങിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഭാഗവും എല്ലാം മുകളിൽ നിന്നും കാണുന്ന രീതിയിൽ, ഡൈനിങ് ഹാളിലേക്ക് കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും, ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള നല്ലൊരു വിസിബിലിറ്റി താഴ്ഭാഗത്തോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റെയർ കേസും അതുപോലെ തന്നെ സ്റ്റെയർ കേസിന് വരുന്ന സൈഡിൽ വരുന്ന ഗ്രിൽസും കാര്യങ്ങളൊക്കെ സ്റ്റീൽസ് യൂസ് ചെയ്തിട്ടുള്ള ഗ്രിൽസാണ് എന്നിട്ടുള്ളത്. അത് മൊത്തം നമുക്ക് ഈ ഒരു മാർബിളുമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഇൻറ്റീരിയറുമായിട്ടും വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിനകത്തുള്ള കോമൺ ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. വളരെ ചെറിയൊരു ബാത്റൂം, എല്ലാ സൗകര്യങ്ങളോടും ഉൾക്കൊള്ളിച്ചുള്ള ചെറിയൊരു ബാത്റൂം, വളരെ ഭംഗിയായിട്ട് ടൈലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഫസ്റ്റ് വരുന്ന ബെഡ്റൂം സെക്ഷനാണിത്. ഇവിടെ ഈ വീടിനകത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ സെയിം മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയലിൻ്റെ അതേ ഡിസൈൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡയമണ്ട് ഷെയ്ഡിൽ വരുന്ന ആസ്പൂർ കാറ്റഗറിയിൽപ്പെട്ട് വരുന്ന മാർബിൾസ്, വളരെ ഭംഗിയുള്ള വളരെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഈ വീടിനകത്തുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനകത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സെയിം ടൈപ്പ് മെറ്റീരിയൽസാണ്, സെയിം ടൈപ്പ് ഡിസൈൻസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ എല്ലാ വർക്കും, ഫിനിഷിംഗ് വർക്കും, ഫ്ലോറിങ്ങിൻ്റെ എല്ലാ ഫിനിഷിംഗ് വർക്കും മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ഒരു വീടിനകത്തുള്ള ഫസ്റ്റ് കിച്ചണാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ചെറിയൊരു കിച്ചണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി അടക്കവും ഒതുക്കത്തോടും കൂടി നിർമ്മിച്ചിട്ടുള്ള ചെറിയൊരു കിച്ചണ്. സൈഡിലുള്ള ചുമരുകളെല്ലാം ടൈൽ പാകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാക്കിൻ്റെ ഭാഗങ്ങളെല്ലാം കൗണ്ടർ പോലത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റാക്കിനകത്ത് നമ്മൾ നേരത്തെ സിറ്റൗട്ടിൽ കണ്ടുപോലെ തന്നെയുള്ള സ്റ്റാർ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ വരുമ്പോഴേക്ക് ഈ ഒരു വീടിൻ്റെ മൊത്തം ഭംഗി നന്നായിട്ട് കൂടുന്നുണ്ട്. ഇത് ഈ ഒരു വീടിനകത്ത് വരുന്ന രണ്ടാമത്തെ കിച്ചണാണ്. വർക്ക് ഏരിയ എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അടുപ്പും കാര്യങ്ങളെല്ലാം അവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അപ്സ്റ്റെയറിനകത്തുള്ള വിരിച്ചിട്ടുള്ള ടൈൽസ് 4x2 ടൈൽസിൻ്റെ വിശേഷങ്ങളോട് കുറച്ച് ദിവസം നോക്കാം. വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 4x2 ടൈൽസാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് വിശേഷങ്ങളോട് എല്ലാ റൂമിനകത്തുള്ള വിശേഷങ്ങളും ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് എനിക്ക് നൗഷാദ് ഖാൻ്റെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. വളരെ ഭംഗിയുള്ള ചെറിയ രീതിയിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് 3 ബെഡ്റൂമും അതേപോലെ തന്നെ അപ്സ്റ്റെയറിനകത്തൊരു 3 ബെഡ്റൂമുള്ളൊരു കുഞ്ഞു വീട്, വളരെ ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു വീട്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപോലത്തെ വീടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. പലതരം വീഡിയോസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും പല രീതിയിലാണ് കൺസെപ്റ്റ് കിട്ടാറുള്ളത്. ചില ആളുകൾ വീടുകളുടെ ഡിസൈൻസും കാര്യങ്ങളും ശ്രദ്ധിക്കാറ്, ചില ആളുകൾ അതിനകത്തുള്ള ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയൽസാണ് ശ്രദ്ധിക്കാറുള്ളത്, ചില ആളുകൾ അതിനകത്ത് വെച്ചുള്ള ബാക്കിയുള്ള ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. എങ്കിൽ തന്നെ പലർക്കും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.